ഹലോ, ജോബ്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത് പുതിയ നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിലാണ്. നിഷിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നാഷണൽ സെൻറ്റർ ഫോർ അസിസ്റ്റീവ് ഹെൽത്ത് ടെക്നോളജി എന്ന പ്രോജക്റ്റിലേക്ക് വേണ്ടിയാണ്. അതിലേക്ക് വേണ്ടിയാണ് ഇപ്പം വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് വേക്കൻസീസ് ഒക്കെ ചെക്ക് ചെയ്യാം. സോ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് ടെക്നോളജി ഇന്നോവേഷൻ ഫെല്ലോ ആണ്. എംബഡഡ് സിസ്റ്റത്തിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് ആണ്. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിൽ വേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് PCB ഡിസൈനിൽ അങ്ങനെ സോൾഡറിങ് ഇലക്ട്രോണിക് കമ്പോണൻസിൽ അതുപോലെ ഈ സോൾഡർ ജോൺസിൻ്റെ ടെസ്റ്റിങ്ങിനൊക്കെ എക്സ്പീരിയൻസ് വേണം. അതുപോലെ പ്രോഗ്രാമിംഗ് C, പൈത്തൺ, ആം ബേസ്ഡ് കൺട്രോളേഴ്സ്, ESP അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൺട്രോളേഴ്സിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതുപോലെ ഹാർഡ്വെയർ ഡിസൈന്, ലിനക്സ് പ്രോഗ്രാമിങ്, LP1, RTOS അതിലൊക്കെ എക്സ്പേർട്ടൈസ് ആയിട്ട് നിങ്ങൾക്ക് നോളജ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതുപോലെ വയർലെസ് പ്രോട്ടോക്കോൾസിൽ വേണം. അതുപോലെ നിങ്ങൾക്ക് ലിറ്ററേച്ചർ സ്റ്റഡീസിൽ എബിലിറ്റി വേണം. അതുപോലെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഇൻവോൾവിങ് നമ്മുടെ മൈക്രോ കൺട്രോളർ, ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിന് സാലറി ആയിട്ട് 20,000 റുപ്പീസാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് അയക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 ആണ്. 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഇത് അപ്ലാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലാണ്. അതിൽ ടെക്നോളജി ഇന്നോവേഷൻ ഫെല്ലോ ആയിട്ടാണ് നിയമനം. സോ ഇതിൽ ബിടെക് ആണ്. ബിടെക്കിൻ CSO അല്ലെങ്കിൽ ITO ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് MSc കമ്പ്യൂട്ടർ സയൻസ് ആയാലും മതി. സോ ഇതിൽ നിങ്ങൾക്ക് CO, C++, ജാവ, പൈത്തൺ, SQL ഡേറ്റാബേസിലൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിനക്സ് പ്രോഗ്രാമിൽ ജാവാസ്ക്രിപ്റ്റ്, HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ളതിനകത്തും വേണം. അതുപോലെ ഹാർഡ്വെയർ ഡിസൈനിങ്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ, അതുപോലെ ESP, PI പ്രോഗ്രാമിംഗ്, ബോർഡ്സ് ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കേണ്ടതാണ്. ഇതിന് നിങ്ങൾക്ക് സാലറി ആയിട്ട് 20,000 റുപ്പീസാണ് ലഭിക്കുന്നത്. സോ ഇത് അയക്കാനുള്ള ഏജ് ലിമിറ്റും 36 ആണ്. 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഇത് അപ്ലാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് വേണ്ടുന്ന ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി ഇത് അപ്ലാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പരും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ് ഒന്നും അറ്റാച്ച് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ അവരുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും മെയിൽ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ ആയിരിക്കും വരുന്നത്. അതുപോലെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിനനുസരിച്ച് നിങ്ങൾ ബാച്ചായിട്ടായിരിക്കും ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യുക. സോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ്. മെയിൽ ചെയ്യേണ്ട ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ nishhr@nish.ac.in എന്നുള്ള മെയിൽ IDയിലേക്കാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾക്ക് സബ്ജക്റ്റായിട്ട് നിഷ് 839/NCAST-പൊസിഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ നെയിം ഏതാണോ അതാണ് വെക്കേണ്ടത്. സോ ഇത് അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 28 ആണ്. January 28 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഇത് അപ്ലാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് അപ്ലാൻ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. സോ താങ്ക് യു, ബൈ.